അയ്യോ, നല്ല രസമുള്ള ജുംക്കയാണല്ലോ ഇത്. നാളെ ഞാൻ എന്റെ സാരിയോടൊപ്പം ഈ ജുംക്കയാണ് ഇടുന്നത്. പക്ഷെ എന്റെ ഭാര്യയുടെ അത്ര സൗന്ദര്യമില്ല. ഒന്ന് പോയേ. പിന്നെ അടുത്ത ദിവസം രാവിലെ രാധ കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയപ്പോൾ അപ്പോൾ നാത്തൂൻ രശ്മി അവിടേക്ക് വന്നു. അവളുടെ ജുംക്ക കണ്ടു പറഞ്ഞു, കൊള്ളാമല്ലോ ചേച്ചി, ഈ ജുംക്ക നല്ല രസമുണ്ട് കാണാൻ. ഇന്നലെ ചേട്ടൻ വാങ്ങിച്ചു തന്നതാ, കൊള്ളാമല്ലേ? എത്ര കാലമായി ഈ ജുംക്ക അന്വേഷിക്കാൻ തുടങ്ങിയിട്ടെന്നറിയാമോ? എനിക്ക് കിട്ടിയതേയില്ല. എനിക്ക് ഈ ജുംക്ക ഒന്ന് തരാമോ പ്ലീസ്? ചേച്ചിക്ക് വേറെ വാങ്ങാം. ഞാനിന്ന് കോളേജിൽ ഇതിട്ടു പൊക്കോട്ടെ. അവൾ ചോദിക്കുന്നത് കേട്ട് രാധ അവൾക്ക് ജുംക്ക കൊടുത്തു. അങ്ങനെ കുറച്ചുനാൾ പോയി. രാധയുടെയും അലോകിന്റെയും കല്യാണ ദിവസം വന്നു. ഇങ്ങനെ തന്നെ സന്തോഷമായി പോട്ടെ മക്കളെ, നന്നായി ജീവിക്കൂ. താങ്ക് യു അമ്മേ. ചേട്ടാ ചേട്ടത്തി പോകാം. വെളിയിൽ പോയി കല്യാണ ദിവസത്തിന്റെ കേക്ക് വെട്ടാം. എല്ലാവരും നോക്കിയിരിക്കുക. പോകാം രാധേ. അവർ രണ്ടുപേരും ചേർന്ന് കേക്ക് മുറിച്ചു. പിന്നെ രാധ അലോകിന് ഗിഫ്റ്റ് കൊടുത്തു. വൗ, ഞാൻ നോക്കി വെച്ച വാച്ചാണിത്. താങ്ക് യു സോ മച്ച്. നീ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി? അതുപോലെ ഞാനും നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നോക്ക്. വാവ്, ഈ സാരി നല്ല രസമുണ്ട്. മരുമോളെ, ഇതാ വള, എന്റെ വക. താങ്ക് യു അമ്മേ, താങ്ക് യു. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് സാരിയുടെ കൂടെ നല്ല ഭംഗിയായിരിക്കുമല്ലേ? നാത്തൂന്റെ കണ്ണ് സാരിയിലും വളയിലും വീണു. സത്യത്തിൽ അത് നല്ല രസമുണ്ട്. കുറച്ച് കഴിയട്ടെ, ഈ സാരി അങ്ങ് അടിച്ചു മാറ്റാം. ദിവസങ്ങൾക്ക് ശേഷം, ചേച്ചി, ചേച്ചിയുടെ സാരി പിന്നെ വള എനിക്കൊന്ന് വേണമായിരുന്നു. എനിക്ക് എന്റെ കോളേജിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനിടാനായിരുന്നു. പാവം രാധ പോലും ആ സാരി ഒരിക്കൽ പോലും ഉടുത്തിട്ടില്ല. അവളും മനസ്സില്ലാ മനസ്സോടെ സാരിയും വളയും അവൾക്കു കൊടുത്തു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ പോയി. ഒരിക്കൽ 4 ദിവസത്തേക്കായി രാധ അമ്മയുടെ വീട്ടിലേക്ക് പോയി. തിരിച്ചു വരാനൊരുങ്ങിയപ്പോൾ, മോളെ, ഈ തുണി നിനക്കുള്ളതാ. ഇഷ്ടപ്പെട്ടത് എടുത്തോ, ബാക്കിയുള്ളത് ഞാൻ കടക്കാരന്റെ കയ്യിൽ കൊടുത്തേക്കാം. നീ എപ്പോഴും പറയാറില്ലേ ഈ തുണി കൊള്ളില്ല, പഴയ ഡിസൈനാണെന്ന്. അതുകൊണ്ടാണ് കടക്കാരനോട് പറഞ്ഞ് ഈ തുണിയെല്ലാം കൊണ്ടുവന്നത്. ഓരോന്നിലും 2 എണ്ണം വെച്ചുണ്ട്. ബാക്കി ഞാൻ തിരിച്ചു കൊടുക്കാം. അമ്മയ്ക്കും നാത്തൂനുമുള്ള തുണി ഞാൻ നേരത്തെ തന്നെ എടുത്തു വച്ചിട്ടുണ്ട്. ആണോ? അമ്മ, എനിക്ക് ഇതും പിന്നെ ഇതും ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുക്കുക. രാധേ, പോകാം, സമയമായി. ശരിയമ്മേ, ഞാൻ പോകുകയാ. ഇനിയും വരണേ മോനെ. രാധ ആ തുണിയും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു. മോളെ, നീ അമ്മയുടെ വീട്ടിൽ പോയില്ലേ? അപ്പോൾ മുതൽ മനസ്സ് ശരിയില്ല. നന്നായി മോളെ, നീ തിരിച്ചു വന്നത്. പക്ഷേ നീ കൊണ്ടുപോയത് ചെറിയ ബാഗും തിരിച്ചു വന്നപ്പോൾ വലിയ ബാഗും. എന്താ കൊണ്ടുവന്നത്? അമ്മ കുറച്ച് മിഠായിയും തുണിയുമൊക്കെ തന്നിട്ടുണ്ട്. അമ്മയ്ക്കും പിന്നെ നാത്തൂനും വേണ്ടിയും തന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം. അപ്പോൾ അവളുടെ നാത്തൂൻ അവിടേക്ക് വന്നു. അവൾ ആ തുണി അവളെ കാണിച്ചു. ഇതാ നാത്തൂനെ, അമ്മ നിനക്ക് വേണ്ടിയാ തുണി തന്നത്. ആഹാ, കാണാനൊക്കെ കൊള്ളാം. പക്ഷെ ചേച്ചി, എനിക്ക് ആ ഒരെണ്ണമാ ഇഷ്ടപ്പെട്ടത്. ഞാൻ അതെടുക്കട്ടെ? മോളെ, ആ തുണി ചേട്ടത്തിയുടെയാ. ചേച്ചി, എനിക്ക് ഈ റോസ് കളറ് നന്നായി ചേരുമെന്ന് തോന്നുന്നു. എന്റെ കയ്യിൽ ഈ കളറുള്ള തുണിയുമില്ല. ഞാനിതങ്ങ് എടുക്കുക. നീ നിന്റെ തുണി വയ്ക്കേ. ബാക്കിയുള്ളവരുടെ തുണി എന്തിനാ എടുക്കുന്നത്? വേറെ ആരുടെയോ? ഇത് ചേട്ടത്തിയല്ലേ. എനിക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? എന്താ ചേച്ചി? പോട്ടെ അമ്മേ, കുഴപ്പമില്ല, വെച്ചോട്ടെ. അങ്ങനെ നാത്തൂൻ ചേട്ടത്തിയുടെ തുണിയെടുത്തു. എന്നാൽ പാവം രാധയ്ക്കോ അവൾക്കിഷ്ടമല്ലാത്ത തുണി എടുക്കേണ്ടതായി വന്നു. അങ്ങനെ കാലങ്ങൾ കടന്നു. അങ്ങനെ രാധയുടെ ഭർത്താവിന്റെ അനിയന്റെ കല്യാണവും കഴിഞ്ഞു. വേറെ ഒരു മരുമകൾ കൂടി ആ വീട്ടിലേക്ക് വന്നു. കുറച്ചു ദിവസത്തിനു ശേഷം, പ്രഗ്യേ, ഈ കൊലുസ് നിനക്ക് വേണ്ടിയാ. കല്യാണത്തിന് മുൻപ് ഞാൻ ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ് എന്റെ ആദ്യത്തെ ഗിഫ്റ്റാ. ഓഹോ, താങ്ക് യു. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഇപ്പോൾ തന്നെ ഈ കൊലുസിടാം. പുതിയ മരുമകളുടെ കൊലുസിലും നാത്തൂന്റെ കണ്ണുകൾ പതിച്ചു. ചേട്ടത്തി, പ്ലീസ് എനിക്ക് കൊലുസൊന്നു തരാമോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ പുതിയത് വാങ്ങിത്തരുമല്ലോ. ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്റെ ആദ്യത്തെ ഗിഫ്റ്റാണ്. ഞാൻ തരില്ല. ചേട്ടത്തി, ഞാൻ ആദ്യമായി ഒരു കാര്യം ചോദിച്ചപ്പോൾ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ കൊലുസ് കൊടുത്തു. പക്ഷേ അത് കാരണം അവളുടെ മൂഡ് പോയി. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം പ്രഗ്യ ഓൺലൈൻ ഷോപ്പിംഗിലൂടെ വസ്ത്രങ്ങൾ വാങ്ങിയപ്പോൾ അതിൽ പകുതിയിലേറെ നാത്തൂനാണ് എടുത്തത്. എന്താ ചേച്ചി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടും ഇത്രയും സാരിയൊക്കെ എടുക്കുന്നു? ഇതൊക്കെ ഞാൻ എടുക്കുക. അങ്ങനെ അവൾ ആ തുണിയും കൊണ്ടുപോയി. പ്രഗ്യ അപ്പോൾ മനസ്സിൽ ചിന്തിച്ചു, ഇവൾക്കെല്ലാം വേണം. ഒരു പണി കൊടുത്തില്ലെങ്കിൽ ഇവളുടെ അഹങ്കാരം കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് അവൾ ഒരു പ്ലാൻ ഉണ്ടാക്കി ചന്തയിൽ നിന്നും മേക്കപ്പ്, വെസ്റ്റേൺ ഡ്രസ്സുകൾ പിന്നെ ഹീൽസും വാങ്ങി. നാത്തൂനും കോളേജിൽ നിന്നും വന്നപ്പോൾ ആ മേക്കപ്പും ഹീൽസും ഡ്രസ്സും കണ്ട് എല്ലാം എടുത്തു. അടുത്ത ദിവസം അവളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. എന്നാൽ പ്രഗ്യ ആ ലിപ്സ്റ്റിക്കിൽ എങ്ങനെയുള്ള സ്പ്രേ ആണ് അടിച്ചതെന്നാൽ അവൾക്ക് ചൊറിയാനായി തുടങ്ങി. ഡ്രസ്സിലടിച്ച സ്പ്രേയും വളരെ നാറ്റമുള്ളതായിരുന്നു.
പിന്നെ ഹീൽസ് ധരിച്ച് പാർട്ടിയിൽ ഡാൻസ് കളിച്ചപ്പോൾ അത് ഒടിഞ്ഞും പോയി. എനിക്ക് തോന്നുന്നു രശ്മി ഇതൊക്കെ ഉത്സവപ്പറമ്പിന്ന് വാങ്ങിയതാണെന്ന്. കണ്ടു ഈ ചെരുപ്പ് പൊട്ടി, പിന്നെ ഒരു നാറ്റവും. എന്താ നീ നിന്റെ ചുണ്ടില് സർജറി വല്ലതും ചെയ്തു? നല്ല വൃത്തികേടായിട്ടുണ്ട്. ഇല്ല, എന്താ പക്ഷെ ഇതെന്താ ഇത്? പെട്ടെന്ന് അവൾക്ക് എന്തോ പോലെ തോന്നി. അവൾ പിറുപിറുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി. അവിടെ തന്റെ രൂപം കണ്ണാടിയിൽ കണ്ടവൾ ഞെട്ടിപ്പോയി. അവൾ വേഗം ഡോക്ടറിന്റെ അടുത്ത് പോയി മരുന്നും കഴിച്ചു. അവൾക്ക് മനസ്സിലായി ഇതെല്ലാം അവളുടെ ചേട്ടത്തി അവളെ ഒരു പാഠം പഠിപ്പിക്കാനായി ചെയ്തതാണെന്ന്. അങ്ങനെ നാളുകൾക്ക് ശേഷം അവൾ ഒരു പാഠം പഠിച്ചു. ഇപ്പോൾ അവൾ ആരുടെയും സാധനങ്ങൾ ഇങ്ങനെ എടുക്കാറില്ല. പിന്നെ ചേട്ടത്തിമാരുടെ ഒരു വസ്തുക്കളിലും നോക്കുകയുമില്ല. അതിൽ രാധയും പ്രഗ്യയും സന്തോഷിച്ചിരുന്നു. അജയ് തീരുമാനിച്ചിരുന്നു കല്യാണം കഴിക്കുമെങ്കിൽ അത് മധുവിനെ മാത്രം. മധുവിന്റെ കുടുംബം ഈ കല്യാണത്തിന് സമ്മതിച്ചു. എന്നാൽ അജയന്റെ അച്ഛനും അമ്മയും അവസാനം വരെ കല്യാണത്തിന് സമ്മതിച്ചില്ല. നിനക്ക് തോന്നുന്നുണ്ടോ നഗരത്തിൽ പഠിച്ചു വളർന്ന കുട്ടി ഇവിടെ വന്ന് ഇവിടത്തെ ചിട്ടവട്ടങ്ങളൊക്കെ നോക്കി നടത്തുമെന്ന്? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. നീ എന്നോട് കള്ളം പറയാ ഈ കല്യാണത്തിന് സമ്മതം കിട്ടാൻ. ഞാൻ പറയണത് അങ്ങ് കേട്ടാ മതി. നീ എന്റെ മോനല്ലായിരുന്നെങ്കിൽ ഞാൻ കല്യാണത്തിനേ വരില്ലായിരുന്നു. താലി കെട്ടണ സമയത്ത് ഞങ്ങൾ വന്നേക്കാം അനുഗ്രഹിക്കാൻ, കേട്ടോ? ആശീർവാദം തരാതിരിക്കാൻ എന്റെ മനസ്സിൽ കല്ലല്ല. നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്തോ, ഞങ്ങൾ എത്തിയേക്കാം. ശരി, നിനക്ക് സന്തോഷമായില്ലേ? വിഷമിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും കൃത്യസമയത്തെത്തും. ചെല്ല്, നീ നിന്റെ ഭാവി വധുവിന്റെ കൂടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ തയ്യാറാക്ക്. ഞങ്ങളുടെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ടാവും. താങ്ക് യു പപ്പ. താങ്ക് യു അമ്മേ. ഞാൻ നിങ്ങളെ കാത്തിരിക്കും. അജയ്ക്ക് ഇത്തിരി സമാധാനായി അച്ഛനും അമ്മയും കല്യാണത്തിന് സമ്മതിച്ചല്ലോ എന്ന്. എല്ലാ കാര്യങ്ങളും തയ്യാറായി. അജയ് അങ്ങനെ മധുവിന്റെ കൂടെ കല്യാണ മണ്ഡപത്തിൽ വന്നു. അവന്റെ അച്ഛനും അമ്മയും കല്യാണത്തിന് വരികയും ചെയ്തു. മധു അവരുടെ കാല് തൊട്ട് നമസ്കരിച്ചു. പക്ഷെ ഈ കല്യാണം അപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. മധുവും അജയന്റെ കല്യാണം നല്ല രീതിയിൽ നടന്നു. അജയ്, നിന്റെ കൊച്ചച്ഛൻ, വല്യമ്മ, ചിറ്റപ്പൻ അവരൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. എല്ലാരോടും ഇപ്പൊ തന്നെ പോവാൻ പറയാൻ പറ്റില്ലല്ലോ. മരുമകളുണ്ടാക്കിയ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ ഇനി പോകുള്ളവര്. അതുകൊണ്ട് 2 ദിവസം നമ്മുടെ വീട്ടിൽ കാണും അവര്. അതെ അമ്മേ, കുഴപ്പമില്ല. എൻ്റെ ഫ്ലാറ്റ് വലുതാണ്, എല്ലാവർക്കും ഇവിടെ കഴിയാം. ശരി, അപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് വീട്ടിലേക്ക് പോവാം. ശരി അച്ഛാ, ഞാനിപ്പോൾ തന്നെ തയ്യാറാവും. അജയ് മധുവിന്റെ അച്ഛനോട് സംസാരിക്കും. അങ്ങനെ എല്ലാവരും കാറിൽ അവന്റെ ഫ്ലാറ്റിലേക്ക് വന്നു ചേരും. അടുത്ത 2 ദിവസം അവന്റെ ഫ്ലാറ്റിൽ ഇവരെല്ലാം താമസിക്കും. ഇത് നിന്റെ ആദ്യത്തെ അടുക്കളയാ. ഇവിടെ എല്ലാരും നീ ഉണ്ടാക്കിയത് കഴിക്കാൻ വന്നതാ. നാടൻ കറികൾ വേണം ഇവിടെ ഉണ്ടാക്കാൻ. അതും അടുപ്പത്ത് വേണം, കേട്ടോ? നീ നഗരത്തിലൊക്കെ താമസിച്ചതാ. അവിടത്തെ ആഹാരമൊക്കെ ഉണ്ടാക്കാറിയാവുന്നത് ഗ്യാസിൽ. എനിക്കിച്ചിരി പേടിയുണ്ട് ആ കാര്യത്തില്. എനിക്ക് നിന്നെ സഹായിക്കാൻ പോലും പറ്റില്ല ഈ കാര്യത്തിൽ. അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. ശരി അമ്മായി, അടുക്കളയിലെ കാര്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്റെ വിമലേ, നീ നിന്റെ മരുമോളോട് അടുപ്പത്ത് ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു. അവൾക്ക് അതിലൊക്കെ ഉണ്ടാക്കാൻ വല്ല പിടിയുണ്ടാ? അതും നമ്മുടെ നാടൻ കറികള്, വിഭവങ്ങളൊക്കെ അവൾക്ക് അറിയാമോ? ചേച്ചി, ഇതൊക്കെ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. എവിടെന്ന് വന്നെന്ന് പറഞ്ഞാ എന്ത്? പറയേണ്ടത് പറഞ്ഞു, ചെയ്യേണ്ടത് അവളുടെ കടമ. മധു അടുക്കളയിലോട്ട് പോവുകയായിരുന്നു. അപ്പോഴേക്കും അജയ് അവളുടെ അടുത്ത് വരും. മധു, നീ തയ്യാറല്ലേ? ഞാൻ റെഡിയാ. കുറച്ചു നേരം എന്റെ കൂടെ ടെറസിലൊന്ന് വരുമോ? എനിക്ക് അടുപ്പ് കത്തിക്കണം. ശരി, ഞാൻ നിന്റെ കൂടെ വരാം. അജയുടെ കുടുംബക്കാരൊക്കെ അവിടെ നിന്ന് എല്ലാം കാണുകയായിരുന്നു. മധു ടെറസിലോട്ട് പോകും. വിറകുകൾ അടുക്കി വെക്കുകയും ചെയ്യും. ഇനി അവൾ പാചകം ചെയ്യണം. അവൾ നല്ല നാടൻ കറികൾ, അതും നല്ല വെളിച്ചെണ്ണയിൽ അവിടെ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യും. അതും വിറകടുപ്പിൽ. അല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ നല്ല മണം നന്നായി വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. എന്തായാലും മരുമോളെ ഇപ്പൊ ഞാൻ കണ്ടതേ ഉള്ളൂ. അവൾ വിറകടുപ്പില് നല്ല വെളിച്ചെണ്ണയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അല്ല മദൻ, ഭക്ഷണം ഉണ്ടാക്കാൻ ഇത്രയും സമയം വേണോ? എല്ലാ ബന്ധുക്കളും ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാ മരുമകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എപ്പോൾ കിട്ടുമെന്നാ. ബിംല, ഒന്നുകൂടി പോയി നോക്ക്. ഭക്ഷണം ആവാൻ എത്ര സമയമെടുക്കുന്നു മരുമകളോട് ചോദിക്കേ. ഞാൻ നോക്കിയിട്ട് വരാം. മധു ആഹാരമെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. അമ്മായി, ഞാൻ കരുതി എന്തായാലും പാചകം ചെയ്യല്ലേ, എന്നാ പിന്നെ പായസം കൂടെ ഇരിക്കട്ടെ. നല്ല കാര്യത്തിന് എപ്പോഴും മധുരം വേണമെന്നല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പോഴേക്കും അവിടെ ചേട്ടത്തിയും വല്യമ്മയൊക്കെ വരും. ചേട്ടത്തി, മധുവിന് നല്ല അറിവുണ്ടല്ലോ.
ഇവൾക്ക് വിറകടുപ്പിൽ ആഹാരം ഉണ്ടാക്കാൻ അറിയാലോ. എന്റെ അമ്മൂമ്മയുണ്ടല്ലോ, ഞാൻ ചെറുതായിരുന്നപ്പോ ചിലപ്പോ റൊട്ടിയൊക്കെ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അമ്മൂമ്മ ചെയ്യണ കണ്ട് ഞാനും പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. പിന്നെ ഫോണിൽ നോക്കി നമുക്കിതൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. എന്ത്? ഫോണിൽ നോക്കിയോ? അതെങ്ങനെ? അത് ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്താണോ പഠിക്കേണ്ടത് അത് അപ്പം തന്നെ അത് പഠിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ ഗുണങ്ങളും അറിയാൻ പറ്റും. ഫോണിൽ നമുക്ക് നല്ല അറിവ് കിട്ടാനുള്ള വഴികളും ഉണ്ട്. ആണോ? ഈ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ ഗുണമൊക്കെ എന്താ? ഞങ്ങൾക്കും പറഞ്ഞുതാ മോളെ. വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചി നിങ്ങൾക്കറിയാം. ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളും നിങ്ങൾക്കറിയാം. വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചി മാത്രമല്ല, അത് ശരീരത്തിന് നല്ലതും കൂടെയാണ്. വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരം പോഷക ഗുണങ്ങൾ കൂടുതലായിരിക്കും. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും കൂടിയാണ്. അതുകൂടാണ്ട് പയ്യെ പയ്യെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചപ്പാത്തിയാണെങ്കിലും മൃദുവായിട്ടിരിക്കും. ചവയ്ക്കാനും അത് എളുപ്പമാണ്. അതുകൊണ്ട് വിറകടുപ്പിലുണ്ടാക്കുന്ന ചപ്പാത്തി ഇടയ്ക്ക് തിന്നണം. അതിന് നല്ല ഗുണമുണ്ട്. ഞാൻ തീരുമാനിച്ചു, ഇതെന്തായാലും ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം നന്നായിരിക്കും. മധുവിനെയും മധുവിന്റെ സംസാരത്തിനെയും പാചകത്തിനെയും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. വിറകടുപ്പിലുണ്ടാക്കിയ ആഹാരം എല്ലാവരും സ്വാദിഷ്ടപൂർവ്വം കഴിക്കുകയും ചെയ്തു. അവള് പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും തുടങ്ങി. അവളുടെ ഈ സ്വഭാവം കണ്ട് അമ്മായിയമ്മയ്ക്കും അമ്മായി അച്ഛനും അവളെ ഒരുപാട് ഇഷ്ടമായി. അവരവളെ സ്വീകരിക്കുകയും ചെയ്തു. Thanks for watching.